എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഭാൽ സാറാണ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം നൈറ്റ് ക്ലാസ്. അതിനെക്കുറിച്ച് കുട്ടികൾക്ക് അങ്ങനെ അത്ര പരിചയമൊന്നുമില്ല. പക്ഷേ വളരെ പഴക്കം ചെന്ന ഒരു സംഭവം തന്നെയാണ്. എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ കേൾക്കാറുള്ളതാണ്. ഈ നൈറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ രാത്രികാല ക്ലാസ്സുകളാണ്. അത് പ്രത്യേകിച്ച് ട്യൂട്ടോറിയൽസുകളാണ് കൂടുതലും നടക്കാറുള്ളത്. ഇൻഡിവിജ്വൽ ട്യൂഷൻ സെൻ്ററുകളിൽ എന്തായാലും കുറവായിരുന്നു. ഞാൻ നടത്തിയിട്ടുണ്ട് ഒത്തിരി വർഷങ്ങളായിട്ട്. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷമൊന്നും അത് നടക്കുന്നത് അനുമതി മീൻസ് അത് നിഷേധിച്ചിരിക്കുകയായിരുന്നു. അതിനുള്ളൊരു സ്റ്റേ വന്നിരുന്നു. നൈറ്റ് ക്ലാസ്സുകൾ നടത്താൻ പാടില്ല. എന്താണ് ഈ നൈറ്റ് ക്ലാസ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പല കുട്ടികളും ഈ എക്സാം അടുക്കുമ്പോഴായിരിക്കും ഒരു 90% കുട്ടികളും നന്നായിട്ട് പഠിക്കാനുള്ളൊരു മനസ്സ് അവർ രൂപപ്പെട്ടു വരുന്നത്. അതിന് മുൻപ് വരെയൊക്കെയുള്ള ഒരു 10% ആൾക്കാരേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് നല്ല രീതിയിൽ കൂടെ എത്തുന്നത്. പക്ഷെ മറ്റുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും, പക്ഷെ അവർ ലാസ്റ്റ് നിമിഷം പഠിക്കുന്നവരാണ്. അപ്പോൾ അവർ നേരത്തെ തൊട്ട് പഠിച്ചായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മാർക്ക് കിട്ടും. പക്ഷെ അവർ അങ്ങനെയൊന്നും തോന്നത്തില്ല. അവർ ലാസ്റ്റ് നിമിഷം നല്ല രീതിയിൽ കൂടെ പഠിച്ച് മാർക്ക് വാങ്ങുന്ന കുട്ടികളായിരിക്കും ഒത്തിരി പേര്. ഇതിന് സഹായമാകുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ട്യൂട്ടോറിയൽസുകളും സംഘടിപ്പിക്കുന്ന നൈറ്റ് ക്ലാസ് കൊണ്ടാണ്. ഈ നൈറ്റ് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്നൊക്കെ വന്ന ശേഷം, അത് ഏകദേശം എക്സാമിന് അടുത്തുള്ള സമയത്തായിരിക്കുമേ, സ്കൂളിൽ നിന്ന് വന്ന ശേഷം നമ്മളൊരു 6 മണി അല്ലെങ്കിൽ 6:30 ആകുമ്പോൾ തുടങ്ങി, അല്ലെങ്കിൽ 7 മണിയൊക്കെ തുടങ്ങുന്നവരുണ്ട്. അത് നമ്മുടെ രക്ഷിതാക്കളുടെ അനുമതിയോടുകൂടി നടക്കാറുള്ളൂ. പേരൻസ് അനുമതി കൊടുത്താണ് നടത്തുന്നത്, അല്ലെങ്കിൽ ഇത് നടത്താൻ പറ്റില്ല. അപ്പോൾ എല്ലാ ട്യൂട്ടോറിയൽസുകളും, മിക്ക ട്യൂട്ടോറിയൽസുകളും ഇത് നടത്തി കുട്ടികൾക്ക് നല്ല മാർക്ക് വാങ്ങിച്ച് കൊടുക്കുന്നതിന് രീതി കൂടെ ഉള്ളതാണ്. കാരണം കുട്ടികൾ ആ സമയത്ത് ഒരു പ്രത്യേക രീതി കൂടെ ആയിരിക്കും. കാരണം സാധാരണ സ്കൂളുകളിലൊക്കെ പോയി പഠിക്കുന്നത് പകലല്ലേ. ഇതാകുമ്പോൾ ഒരു പ്രത്യേക ഇതിനു വേണ്ടി എന്നുള്ളൊരു സംഘടിപ്പിച്ചേക്കുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ട് നന്നായിട്ട് പഠിക്കുകയും ആ സമയത്ത് നല്ല ടീച്ചേഴ്സ് എല്ലാം നല്ലപോലെ വർക്ക് ചെയ്യുകയും ചെയ്യും. അതിനുവേണ്ടി കുട്ടികളും അതിനോടൊപ്പം തന്നെ നിൽക്കുന്നതുകൊണ്ട് നല്ല മാർക്ക് ഇതിനോടുകൂടി കിട്ടാറുണ്ടായിരുന്നു. അതിനൊരു സ്റ്റേ നമുക്ക് ഈ സമയത്ത് വന്നിരുന്നു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇതിനൊരു സ്റ്റേ വാങ്ങിച്ചിരുന്നു. പറഞ്ഞാൽ ഇത് നടത്തണ്ട. അപ്പോൾ പല ട്യൂട്ടോറിയൽസുകൾക്കും അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം, മീൻസ് കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൂടെ മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് നിന്നത്. അപ്പോൾ അതിനെതിരെ നമ്മുടെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സംഘടന, വോട്ട് എന്നാണ് പേര്, അതെനിക്ക് അഭിമാനമുണ്ട്. കാരണം നമ്മൾ ഉൾപ്പെടുന്ന ഒരു സംഘടന അതിനെതിരെ ഒരു ഹർജി കൊടുക്കുന്നു. അത് നല്ല രീതിയിൽ കൂടെ മീൻസ് ആ തടസ്സം മാറ്റി കൊടുക്കുന്നു. വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഫെയർ ഓർഗനൈസേഷൻ ഫോർ ട്യൂട്ടോറിയൽസ് ആൻഡ് ടീച്ചേഴ്സ്. എനിക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ അതിലൂടെ കിട്ടാറുണ്ട്. അപ്പോൾ ആ സംഘടനയാണ് ഇതിനെതിരെ ഹർജി കൊടുത്ത് ഇപ്പോൾ അതിനൊരു സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നൈറ്റ് ക്ലാസ്സുകൾ തുടരാം എന്നുള്ളതായി. 2 കാര്യങ്ങളായിരുന്നു ആവശ്യം ഉന്നയിച്ചിരുന്നത്. ഒന്നാമത്തെ നൈറ്റ് ക്ലാസ്സും, രണ്ടാമത്തെ നമ്മുടെ ടൂർ. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടികൾക്ക് ടൂർ പോകുക എന്ന് പറഞ്ഞത്. പക്ഷേ അതിന് ഇപ്പോൾ അനുമതി കിട്ടിയിട്ടില്ല. അതും ചിലപ്പോൾ തിരിച്ച് കിട്ടിയേക്കാം. ഈ 2 കാര്യങ്ങളാണ് കൂടുതലും സംഘടിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് എന്തായാലും എന്താണ്, എക്സാമിന് ഏറ്റവും വേണ്ട നൈറ്റ് ക്ലാസ് തന്നെയാണ്. അതിന് ഏതായാലും ഒരു തടസ്സം മാറി കിട്ടിയത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൂടെ പ്രയോജനപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇത് കിട്ടണമെന്നില്ല. ചില ട്യൂട്ടോറിയൽസുകളാണ് ഇത് കൂടുതലും നടത്താറുള്ളത്. എന്തായാലും അതിനൊരു തടസ്സം മാറി എന്നുള്ളത് മാത്രം നിങ്ങളെ അറിയിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ഉടൻ തന്നെ എത്തിച്ചിരിക്കും. അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിടുക. ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നുണ്ടെന്നുള്ളത് കാണുന്നുണ്ടായിരിക്കും. എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.